വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എൻഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആയിട്ട് റിയാക്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രെയിം വർക്കിൽ ചെയ്തിട്ട് ബാക്ക് എൻഡ് നമ്മൾ Node.jsലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഇവിടെ നമ്മൾ മേൺ സ്റ്റാക്കിന്റെ ഒരു സ്റ്റാക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് Node.js ആണ് നമ്മൾ ബാക്ക് എൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്ക് എൻഡിൽ എങ്ങനെ ഒരു API, ഒരു റെസ്റ്റ് API എങ്ങനെ ബാക്ക് എൻഡിൽ Node.js ഉപയോഗിച്ച്, അതായത് കോർ Node.js ഫ്രെയിം വർക്കുകൾ ഒന്നും ഉപയോഗിക്കാതെ കോർ Node.js ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു റെസ്റ്റ് API ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ ടെർമിനലിൽ എൻ്റെ ടാസ്ക് ഫോൾഡറിലാണുള്ളത്. ഇവിടെ ഞാൻ ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് എൻ്റെ പ്രോജക്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിനക്സിന്റെ mkdir എന്ന കമാൻഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. mkdir പിന്നെ ഏത് ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഫോൾഡറിന്റെ പേര് കൊടുക്കുക, കോർ നോഡ് എന്ന് കൊടുക്കുക. അതൊരു കോർ നോഡ് ഉപയോഗിച്ചാണ് API ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോർ നോഡ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ ക്രിയേറ്റ് ആവും. നമ്മൾ LS നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോർ നോഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോവാണ്. CD ചേഞ്ച് ഡയറക്ടറി കോർ നോഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഫോൾഡർ എംപ്റ്റി ആണ്. LS നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണ്ടന്റ് ഒന്നുമില്ല. ഈ ഒരു ഫോൾഡർ നമുക്ക് നോഡ് പ്രൊജക്റ്റ് ആക്കി മാറ്റണം. അതിനെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പഴയ വീഡിയോ റെഫർ ചെയ്യാം. അവിടെ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് റൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം, അത് npm പ്രൊജക്റ്റ് ആക്കി മാറ്റണം അല്ലെങ്കിൽ നോഡ് പ്രൊജക്റ്റ് ആക്കി മാറ്റണം. വേണ്ടി npm init കൊടുത്തു. കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ അതിൻ്റെ നോഡ് പ്രൊജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോൾഡറിൽ എനിക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. എൻ്റെ എഡിറ്ററിൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൽ പാക്കേജസ് ഓൾറെഡി ഉണ്ട്. അതിലൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. index.js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസോൾ ലോഗ് കൊടുക്കുകയാണ്. കൺസോൾ കൊടുത്തു. അതിനുശേഷം ടെർമിനലിൽ നമുക്ക് പ്രോജക്റ്റ് റൺ ചെയ്യുന്നത് നോഡ്, ആ ഫയലിൻ്റെ നോഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഫയലിൻ്റെ പേര് പാത്ത് കൊടുക്കുക. അപ്പോൾ ഹലോ, ആ പ്രോജക്റ്റ് റൺ ആയിട്ടുണ്ട്, വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഒരു പ്രോജക്റ്റ്, ഒരു ടീമൊക്കെ ആയിട്ട് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിന്റെ കോഡ് ഫോർമാറ്റിംഗ് നമുക്ക് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോഡ് ഫോർമാറ്റിംഗ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ Prettier എന്ന് പറയുന്ന പ്ലഗിൻ എക്സ്റ്റൻഷൻ നിങ്ങൾ VS കോഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എങ്ങനെയാണ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ VS കോഡിന്റെ പ്ലേലിസ്റ്റ് റെഫർ ചെയ്യാം. അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും പല സ്റ്റാൻഡേർഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ചിലർ ഡബിൾ കോട്ട് യൂസ് ചെയ്യും, ചിലർ സിംഗിൾ കോട്ട് യൂസ് ചെയ്യും, ചിലർ എല്ലാത്തിനും സെമികോളൻ ഇടുന്നവരായിരിക്കും, ചിലർ സെമികോളൻ വേണ്ടാത്തവരായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ വരും. നിങ്ങൾ ഗിറ്റിൽ കമ്മിറ്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് വരും. അതായത് അൺനെസസറി ആയിട്ടുള്ള ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓരോരുത്തർ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരാൾ സേവ് ചെയ്യുമ്പോൾ അത് എല്ലാ സിംഗിൾ കോട്ടും ഡബിൾ കോട്ടായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ ആൾ സേവ് ചെയ്യുമ്പോൾ വീണ്ടും അത് എല്ലാ ഡബിൾ കോട്ടും സിംഗിൾ കോട്ടായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റിന് കോൺഫിഗർ ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ടീമിൽ എല്ലാവരും Prettier എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾ പ്രോജക്റ്റിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ന്യൂ ഫയൽ. അതിന്റെ ഫയലിന് പേരില്ല, പകരം എക്സ്റ്റൻഷൻ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ഹിഡൻ ഫയൽ ആയിരിക്കും. prettierrc, Prettier ഡബിൾ T ആണ്, എന്നിട്ട് RC, Prettierന്റെ കൂടെ ഒരു RC, അപ്പൊ ഡബിൾ R ഉണ്ട്, RC എന്ന് കൊടുക്കുക. ഇതാണ് ഒരു ഫയൽ. അപ്പൊ Prettierന്റെ ഒരു ഐക്കണൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഒബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇതൊരു JSON ഫയൽ തന്നെയാണ്. എക്സ്റ്റൻഷൻ .prettierrc ആണെങ്കിൽ കൂടെ ഇതൊരു JSON ആണ്. എന്നിട്ട് ഡബിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എക്സ്റ്റൻഷനിലുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ വരും. അല്ല, നിങ്ങൾ സിംഗിൾ Q ക്യാപിറ്റലാണ് സിംഗിൾ കോട്ട് എന്ന് കൊടുക്കുന്നത്. അവിടെ ഫോൾസ് ആണ് ഡീഫോൾട്ട് ഉള്ളത്, അത് മാറ്റിയിട്ട് ട്രൂ ആക്കാം. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം നമ്മൾ ഫയലിൽ വന്നിട്ട്, നിങ്ങൾ ഫയൽ ഓൾറെഡി നിങ്ങൾ ഫോർമാറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. Ctrl+Shift+P അടിച്ചിട്ട് ഫോർമാറ്റ് ഡോക്യുമെന്റ് കൊടുത്തിട്ട് കോൺഫിഗർ ഡീഫോൾട്ട് ഫോർമാറ്റ് കൊടുത്തിട്ട് Prettier സെലക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും JS ഫയലിന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ JS ഫയലിനും അത് ബാധകമായിരിക്കും. അതുകൊണ്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡബിൾ കോഡ് സിംഗിൾ കോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ അതിലുള്ളത് കൊണ്ട് പ്രോജക്റ്റ് ടീമിൽ വർക്ക് ചെയ്യുന്ന ആരും തന്നെ ഡബിൾ കോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡബിൾ കോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകളും ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന രീതിയിലെത്താം. Prettier ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ സിംഗിൾ കോട്ട് മാത്രം ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ.